വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറിയിൽ ശക്തമായ നടപടിക്ക് ആഭ്യന്തര വകുപ്പ്. തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ, ആറന്മുള സിഐ പ്രവീൺ എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു. പോലീസിന്റെ അന്തസ്സ് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ കേസ് അട്ടിമറിച്ചുവെന്നാണ് കണ്ടെത്തൽ. 16-കാരി അതിക്രൂര പീഡനത്തിനിരയായ കേസിലാണ് പ്രതിയായ അഭിഭാഷകൻ നൌഷാദ് തോട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ ഗുരുതര വീഴ്ച വരുത്തിയത്. ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേക അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. നന്ദുഷ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. നന്ദു, സൈഫുദ്ദീൻ ഹൈക്കോടതി അഭിഭാഷകനായ നൌഷാദ് പ്രതിയായ കേസാണ് അട്ടിമറിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്ന പരാതി ഉയർന്നത്. 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു ഈ കേസ്. ഈ കേസിൽ മുൻപ് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോന്നി ഡിവൈഎസ്പി ആയിരുന്ന രാജപ്പൻ റാവുത്തറെ അടക്കം സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു അന്വേഷണ വിധേയമായി. ഇതിന്റെ തുടർ നടപടി എന്നോണമാണ് ഇപ്പോൾ നിലവിൽ CI ആയിട്ടുള്ള തിരുവല്ല ഡിവൈഎസ്പി ആയിട്ടുള്ള നന്ദകുമാറിനെയും അതോടൊപ്പം ആറന്മുള CI ആയിട്ടുള്ള പ്രവീണിനെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു നടപടി എടുക്കണം എന്ന തരത്തിലുള്ള ഒരു ശുപാർശ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഇത് ഏതായാലും ഇപ്പോഴും ഈ കേസ് അവസാനിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അഭിഭാഷകൻ, അതായത് പ്രതിയായ അഭിഭാഷകന് അനുകൂലമായി പോലീസ് പലതവണ കോടതിയിൽ ചാർജ് ഷീറ്റ് ഉൾപ്പെടെ നൽകുകയും FIR ഉൾപ്പെടെ തിരുത്തുകയും ചെയ്തു എന്നായിരുന്നു ആ സമയത്ത് പുറത്തു വന്ന ആരോപണങ്ങൾ. ഏതായാലും ഇത് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഹായകമായി എന്നാണ് വാദിഭാഗം ആരോപിക്കുന്നത്. ഇതിനിടയിൽ ആണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിക്ക് ആഭ്യന്തര വകുപ്പ് ശുപാർശ ചെയ്തിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ അഭിഭാഷകനെ സഹായിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ.